അപൂർവ വൈകല്യങ്ങളോടെ ജനിച്ച ആലപ്പുഴയിലെ 1.5 വയസ്സുള്ള കുട്ടിക്ക് കൃത്യമായ ചികിത്സ ലഭിക്കുന്നില്ല എന്ന് പിതാവ്. സർക്കാർ സൗജന്യമായി നൽകിക്കൊണ്ടിരുന്ന കുട്ടിയുടെ ഭക്ഷ്യസാധനങ്ങൾ പോലും കഴിഞ്ഞ 3 മാസമായി ലഭിക്കുന്നില്ല എന്നാണ് പിതാവ് പറയുന്നത്. ഗർഭകാലത്ത് നൽകിയ മരുന്നിലും കുടുംബം ആശങ്കയറിയിച്ചു. അപൂർവ വൈകല്യങ്ങളോടെ ജനിച്ച ആലപ്പുഴയിലെ 1.5 വയസ്സുള്ള കുട്ടിക്ക് നിലവിൽ മതിയായ ചികിത്സ ലഭിക്കുന്നില്ലെന്ന് പിതാവ് മുഹമ്മദ് അനീഷ് പറഞ്ഞു. സംഭവത്തിൽ വീഴ്ച വരുത്തിയ സ്കാനിംഗ് സെന്ററുകൾക്കെതിരെ നടപടി ഇതുവരെ എടുത്തിട്ടില്ലെന്നും അനീഷ് വ്യക്തമാക്കി. അവർ ചെയ്ത തെറ്റിന് തക്കതായ ശിക്ഷ കിട്ടണം. എന്റെ കുഞ്ഞിനും എന്റെ കുടുംബവും ഈ രീതിയിലാകാൻ കാരണക്കാരായ ഡോക്ടർമാരാണ്. ആ ഡോക്ടർമാരാണെന്ന് കണ്ടെത്തി കഴിഞ്ഞിട്ടും അവരെ എന്തുകൊണ്ട് സംരക്ഷിക്കുന്നു ആരോഗ്യവകുപ്പ്? ഗർഭകാലത്തെ ആസ്പിരിൻ, പ്രൊജസ്റ്ററോൺ എന്നീ മരുന്നുകൾ നൽകിയതായി പ്രത്യേക അന്വേഷണ സംഘം നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. വ്യക്തമായ കാരണമില്ലാതെയാണ് ഇത് നൽകിയതെന്നും കുട്ടി വൈകല്യങ്ങളോട് ജനിക്കാൻ ഇത് കാരണമായതായി സംശയിക്കുന്നുവെന്നും പിതാവ് പറഞ്ഞു. ആരോഗ്യവകുപ്പിന്റെ അന്വേഷണ സംഘം കണ്ടെത്തിയ റിപ്പോർട്ടാണ് ഈ മരുന്ന് കൊടുത്തിട്ടുണ്ട്. എന്റെ വൈഫിന് ആ OP-യിൽ അതിനകത്ത് എഴുതിയിട്ടുണ്ട് മരുന്ന് ആ ഡോക്ടർ പറഞ്ഞത് പ്രകാരം എന്റെ വൈഫ് കഴിച്ചിട്ടുണ്ട്. അതിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായതാകാം എന്നുള്ളതാണ് ഇപ്പോഴത്തെ നിലപാട്. ഇപ്പൊ വന്നിരിക്കുന്ന ആ ഓർഡറിനകത്ത് അത് മെൻഷൻ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. കുട്ടിക്ക് വേണ്ട മരുന്നുകൾ, മറ്റു സാധനങ്ങൾ എന്നിവ വാങ്ങാൻ ഭീമമായ തുകയാണ് ചെലവാക്കേണ്ടി വരുന്നത്. ജോലിക്ക് പോകാൻ സാധിക്കാത്തതിനാൽ ഇത് വലിയ പ്രതിസന്ധിയാണെന്നും അനീഷ് പറയുന്നു. ആലപ്പുഴ DMO ഓഫീസിൽ നിന്നാണ് കുട്ടിക്ക് വേണ്ട ഭക്ഷ്യസാധനങ്ങളും മറ്റും നൽകിയിരുന്നത്. എന്നാൽ കഴിഞ്ഞ 3 മാസമായി ഇത് കിട്ടുന്നില്ല. ഇപ്പോൾ ആരോഗ്യവകുപ്പിൽ ചെന്ന് ഓരോ കാര്യത്തിനു വേണ്ടി നമ്മൾ ആവശ്യപ്പെടുമ്പോഴത്തേക്ക് അത് ഫണ്ടില്ല, അത് അങ്ങനെയാണ് ഇങ്ങനെയാണ്. കുഞ്ഞിന് വൈപ്സ്, പാമ്പേഴ്സ്, അണ്ടർപാഡ്, അങ്ങനെയുള്ള മരുന്നുകൾ, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഭീമമായ തുക കൊടുത്ത് ഇപ്പം ഞാൻ വാങ്ങിക്കുന്നത്. അത് കിട്ടിക്കൊണ്ടിരുന്നതാണ്, ഇപ്പം കിട്ടുന്നില്ല. കുട്ടിയുടെ ചികിത്സയും തുടർ ചികിത്സയും ഉറപ്പാക്കണമെന്നാണ് അനീഷിന്റെ പ്രധാന ആവശ്യം. മീഡിയ 1 ആലപ്പുഴ. മീഡിയ 1 ഇന്ന് പുറത്തുവിടുന്ന എക്സ്ക്ലൂസീവ് വാർത്തയാണ് ഇത്. അപൂർവ വൈകല്യങ്ങളോടെ ജനിച്ച കുഞ്ഞിനാണ് ആവശ്യത്തിനുള്ള ചികിത്സ ലഭ്യമാകുന്നില്ല. എന്തിനാ കുഞ്ഞിന് ലഭിക്കേണ്ട ഭക്ഷ്യസാധനങ്ങൾ പോലും ലഭ്യമാകുന്നില്ല. അത് വലിയ ദുരിതത്തിന്, പ്രതിസന്ധിക്ക് കാരണമാകുന്നു എന്നാണ് പിതാവ് പറയുന്നത്. എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? എന്തുകൊണ്ട് കുഞ്ഞിനുള്ള സൗജന്യമായ ചികിത്സയും മറ്റ് സാധനങ്ങളും ലഭ്യമാകുന്നില്ല എന്ന് നോക്കാം. ഫൈസൽ അസീസ് വിവരങ്ങൾ നൽകും. ഫൈസൽ, ഇതിപ്പോൾ 3 മാസമായി കുഞ്ഞിന് മരുന്ന്, മറ്റ് കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭക്ഷ്യസാധനങ്ങൾ സൗജന്യം കിട്ടേണ്ട ഒന്നും തന്നെ ലഭ്യമാകുന്നില്ല എന്നാണോ ഈ കുടുംബം പറയുന്നത്? എന്തുകൊണ്ടത് ലഭിക്കുന്നില്ല? ദിവ്യ, അത് തന്നെയാണ്. അതായത് കഴിഞ്ഞ 3 മാസം, അതായത് 2024 ഈ കുട്ടി ജനിക്കുന്നത്. അപൂർവ വൈകല്യങ്ങളോടുകൂടിയാണ് ഈ കുട്ടി ജനിക്കുന്നത്. അതായത് തല ചെറുതും ഉടല് വലുതും എന്നൊക്കെ രീതിയിൽ അപൂർവ വൈകല്യങ്ങൾ, കണ്ണ് എവിടെയാണെന്ന് തിരിച്ചറിയാത്ത അവസ്ഥ, മറ്റ് അങ്ങനെ അത്തരത്തിലുള്ള എല്ലാ ഭാഗത്തും അപൂർവ വൈകല്യങ്ങളോടുകൂടി ജനിക്കുന്ന ഒരു കുട്ടിയാണ് ആലപ്പുഴ വട്ടപ്പള്ളി സ്വദേശി, സക്കറിയ ബസാർ വട്ടപ്പള്ളി സ്വദേശിയുടെ അനീഷ് മുഹമ്മദിന്റെ കുട്ടിയായിട്ടാണ് ഈ കുട്ടി ജനിക്കുന്നത്. ആ കുട്ടിക്ക് പിന്നീട് ഇവർ നടത്തിയ നിയമ പോരാട്ടങ്ങൾ അല്ലെങ്കിൽ നിരന്തര പരാതികൾക്കൊടുവിൽ ഈ സംഭവത്തിൽ ഈ ചികിത്സ മുഴുവൻ സർക്കാർ ഏറ്റെടുക്കുകയും ഈ കുട്ടിയുടെ സൗജന്യ മരുന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, ഭക്ഷ്യസാധനങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സർക്കാർ ഏറ്റെടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ കുട്ടിക്ക് ഇപ്പോൾ ജനിച്ചപ്പോൾ എങ്ങനെയാണോ ഭക്ഷണം കൊടുത്തിരുന്നത് അതുപോലെ തന്നെയാണ് ഇപ്പോഴും ട്യൂബിലൂടെ തന്നെയാണ് ഭക്ഷണം നൽകിക്കൊണ്ടിരിക്കുന്നത്. അതും ദ്രവീകരിച്ച ഭക്ഷണങ്ങൾ, ഈ അത്തരത്തിലുള്ള ഭക്ഷണങ്ങളൊക്കെയാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. അത് സൗജന്യമായി സർക്കാരിന്റെ DMO ഓഫീസിൽ നിന്നും സർക്കാർ നൽകിക്കൊണ്ടിരുന്നതാണ്. എന്നാൽ കഴിഞ്ഞ 3 മാസമായി ഇത് ലഭിക്കുന്നില്ല എന്നാണ് അനീഷ് നമ്മളോട് വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തുകൊണ്ടാണെന്ന് ചോദിക്കുമ്പോഴേക്കും അത് ഫണ്ട് സർക്കാരിന്റെ കാര്യമാണ്, അത് ആ മുറക്കെ നടക്കുകയുള്ളൂ എന്നാണ് മറുപടി നൽകിയതെന്നാണ് അനീഷ് പ്രധാനമായും നമ്മളോട് പറയുന്നത്. മാത്രമല്ല ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ 2 മരുന്നുകളെ കുറിച്ചാണ്. ഈ സർക്കാരിന്റെ പ്രത്യേക അന്വേഷണ സംഘം, ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം പ്രത്യേക അന്വേഷണ സംഘം അന്വേഷിച്ച ഒരു കേസായിരുന്നു, ഈ ഒരു സംഭവമായിരുന്നു ഇത്. അതിലെടുത്തു പറയുന്ന ഒരു കാര്യം ആസ്പിരിൻ, പ്രൊജസ്റ്ററോൺ എന്നീ 2 മരുന്നുകളുടേതാണ്. ഈ ആസ്പിരിൻ എന്ന് പറയുന്നത് ഗർഭകാലത്ത് ഈ രക്തസമ്മർദ്ദം ഏതെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ മയപ്പെടുത്തുക എന്ന രീതിയിൽ നൽകുന്ന, രക്തസമ്മർദ്ദത്തിന് നൽകുന്ന മരുന്നാണ് ഈ ആസ്പിരിൻ എന്ന് പറയുന്നത്. ഈ പ്രൊജസ്റ്ററോൺ എന്ന് പറയുന്നത് ഈ മുൻപ്, അതായത് ഈ പ്രസവത്തിന് മുൻപ് അല്ലെങ്കിൽ മുൻ പ്രസവത്തിന് ഏതെങ്കിലും രീതിയിലുള്ള കോംപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഗർഭം അലസി പോവുക, അങ്ങനെ ഏതെങ്കിലും രീതിയിൽ ഗർഭം നിലനിർത്തുക എന്ന ഉദ്ദേശത്തോടെ കൊടുക്കുന്ന മരുന്നാണ് ഈ പ്രൊജസ്റ്ററോൺ എന്ന് പറയുന്നത്. ഇതൊരളവിൽ ചെറിയൊരു ശതമാനം കൊടുക്കാം എന്നുള്ളത് മെഡിക്കൽ സംഘം പറയുന്നുണ്ട്. എങ്കിലും എന്തുകൊണ്ട് ഇത് കൊടുത്തു എന്നുള്ളത്, കാരണം ഒരു തരത്തിലുള്ള രക്തസമ്മർദ്ദമോ അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള ഈ
അനീഷിന്റെ മൂന്നാമത്തെ കുട്ടിയാണ് ഈ അപൂർവ വൈകല്യങ്ങളോട് ജനിച്ച കുട്ടി എന്ന് പറയുന്നത്. ഇതിനു മുമ്പ് ജനിച്ച 2 കുട്ടികളും സുഖപ്രസവമായിരുന്നു, മറ്റൊരു രീതിയിലുള്ള കോംപ്ലിക്കേഷൻസും ഉണ്ടായിട്ടില്ല. പിന്നെ എന്തുകൊണ്ട് ഈ പ്രൊജസ്ട്രോൺ അല്ലെങ്കിൽ ആസ്പിരിൻ എന്നീ മരുന്നുകൾ കൊടുത്തു എന്ന ഈ കുടുംബം സംശയം ഉന്നയിക്കുന്നുണ്ട്. മാത്രമല്ല ആ റിപ്പോർട്ടിൽ പറയുന്നത് പ്രകാരമാണെങ്കിൽ ഒരു തെളിവുകളുടെയും അടിസ്ഥാനത്തിലല്ല ഇത് കൊടുത്തതെന്നാണ്. സാധാരണ മെഡിക്കൽ ലൈൻസിന് ചേർന്നതല്ല ഈ മരുന്ന് എഴുതിയത് എന്നാണ് ആ റിപ്പോർട്ടിൽ വ്യക്തമായി തന്നെ പറയുന്നുമുണ്ട്. ഈ മുൻപ് ജനിച്ച 2 കുട്ടികളുടെ കാര്യവും ആ റിപ്പോർട്ടിൽ വ്യക്തമായി തന്നെ പറയുന്നുണ്ട്. ഏതായാലും ഈ കുടുംബത്തിന്റെ പ്രധാനപ്പെട്ട ആവശ്യം എന്ന് പറയുന്നത് ഈ സൗജന്യമായി കിട്ടിക്കൊണ്ടിരുന്ന ഭക്ഷണ സാധനങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തുടർന്നും ഉറപ്പാക്കണം എന്ന് തന്നെയാണ്. കാരണം ഇദ്ദേഹം ഒരു ടാക്സി ഡ്രൈവറാണ്. ഈ ഇത്തരത്തിലുള്ള ഒരു സംഭവം കാരണം ജോലിക്ക് പോകാൻ സാധിക്കുന്നില്ല. കാരണം വലിയ ഭീമമായ തുകയാണ്, 650 രൂപയോളം വരും ആ ഭക്ഷണത്തിന്റെ സാധനങ്ങൾക്ക് മാത്രം. അപ്പോൾ അത് ഒരു 1-2 ദിവസം മാത്രമാണ് കിട്ടുക, ബാക്കിയുള്ള ദിവസങ്ങൾ എങ്ങനെ ജോലിക്ക് പോകാൻ സാധിക്കുന്നില്ല, കൃത്യമായി വരുമാനമില്ല. അതുകൊണ്ട് തന്നെ എത്രയും വേഗം ഇതിലൊരു തീരുമാനം ഉണ്ടാകണമെന്ന് തന്നെയാണ് ഈ കുടുംബം പ്രധാനമായും ആവശ്യപ്പെടുന്നത്. ദിവ്യ.